ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കുറേ ദിവസമായി ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇതുവരെ എനിക്ക് ചെയ്യാനുള്ള ആ ഒരു ഇത് വന്നില്ല. നമുക്ക് എല്ലാത്തിനും ഒരു മെൻ്റൽ ഒരു ഇത് വേണമല്ലോ, ഹെൽപ്പ് വേണമല്ലോ. പക്ഷെ എനിക്കെന്തോ ചില സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഇത്രയും ആയിട്ട് എനിക്ക് ഇന്ന് വരെ ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ പറയുമ്പോൾ ചിലർ വിചാരിക്കും ഇനിയിപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ എനിക്ക് ഓവറായിട്ട് ചിന്തിച്ചിട്ട് കണ്ണിക്കണ്ടത് ചിന്തിച്ച് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ എനിക്ക് വേറെ ഒരു പ്രശ്നം എൻ്റെ ലൈഫിലില്ല. പിന്നെ എനിക്കൊരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, ഞാൻ പെട്ടെന്ന് ടെൻഷനാവും. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ച് കാട് കയറുകയെന്ന് പറയില്ല, ആ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മതി. ചിലപ്പോൾ അച്ചൂട്ടിനൊരു സുഖമില്ലാതെ വന്നാൽ അത് ഞാൻ വലിയ ചിന്തിച്ച് അങ്ങ് എത്തിക്കും. അപ്പോൾ അത് 2 ദിവസത്തേക്കുള്ളതായി അങ്ങനെ ആവും കേട്ടോ. പിന്നെ മോനിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു, ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല, കിഡ്നിക്ക് ഇങ്ങനെ ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തോ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാമെന്നില്ല. പിന്നെ എന്നാലും ഞാൻ ഷോർട്സൊക്കെ പരമാവധി ഞാൻ ഡെയിലി വ്ളോഗ് പോലെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മളെ ചാനൽ എന്തൊക്കെ പറഞ്ഞാലും മോണിറ്റൈസ് ആയതാണല്ലോ. അപ്പോൾ എന്തായാലും മോണിറ്റൈസ് ആയ സ്ഥിതിക്ക് അതങ്ങ് മുന്നോട്ട് പോട്ടെ തന്നെ ചിന്തിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് വരെ നടന്നിട്ടുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ഈ ഒരു ചാനൽ കറക്റ്റ് 1 വർഷം മുന്നേ, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ, 1 വർഷം കഴിഞ്ഞു, സെപ്റ്റംബറിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയം മുതൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയെങ്കിൽ 1 വർഷം ആകുമ്പോഴത്തേനും എനിക്ക് മോണിറ്റൈസ് ആക്കണം. വേറെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, മോണിറ്റൈസ് ആക്കണം. അതായത് എനിക്കിപ്പം 8K സബ്ബായി. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നത്. അപ്പോൾ ഞാൻ അച്ചൂട്ടാ നാട് പോലെ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, ഞാൻ ഇവനെ 10 ദിവസം നഴ്സറിയിൽ വിടാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം എനിക്ക് വീഡിയോ ഇങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. ഇപ്പം തന്നെ അവിടെ സ്റ്റെപ്പിൽ എന്തോ. പിന്നെ ഞാനിവിടെ ഫാൻ ഇടാതെ നിന്നിട്ട് ഈ വീഡിയോ എടുക്കുന്ന അവസ്ഥ ആലോചിക്കാൻ വയ്യ, അത്രയ്ക്ക് വേർക്കുന്നുണ്ട്. എന്നാലും സാരമില്ല, പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിപ്പം 1 വർഷം കൊണ്ട് ഞാൻ വെറും 1000 സബ്ബ് വിചാരിച്ച എനിക്ക് ഇപ്പം എനിക്ക് 8000-ന് മുകളിൽ സബ്ബായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു 8000 കഴിഞ്ഞ് ഒരു 8100, 200 ആവട്ടെ, എന്നിട്ട് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 8000 കഴിഞ്ഞിട്ട് കുറച്ച് ആയതിനു ശേഷം ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മലയാളികളാണോ ആരാന്നൊന്നും അറിയില്ല. എന്നാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ നിൻ്റെ അടി വന്ന് കമൻറ്റ് കൂടി ഇട്ടാൽ ഞാൻ ഹാപ്പി കേട്ടോ. പിന്നെ എന്തുണ്ടായിട്ടാണെന്ന് എനിക്കറിയില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. നമുക്ക് വേറെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനത്തെ ഒന്നും എനിക്ക് ഐഡിയ ഇല്ല. ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കൂടെ നിന്ന് ചെയ്യാനൊരാളും ഇല്ല. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എന്തായാലും ഈ രീതിക്ക് തന്നെ പോട്ടെ തന്നെ ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഒരു 80 ആളെന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റും നിന്നാൽ അറിയുമല്ലേ. അപ്പോൾ ഈ 8000 ആളെന്നുള്ളത് ഈ മുന്നോട്ട് നോക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാവും, അതാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ എനിക്ക് വലിയ കുറേ സബ്സ്ക്രൈബ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് വ്യൂസും കൂടെ കിട്ടിയാൽ ഞാൻ ഹാപ്പി. കാരണം എൻ്റെ ലോങ് വീഡിയോക്കൊന്നും തീരെ വ്യൂസ് കിട്ടാറില്ല. ചിലപ്പോൾ ഷോർട്സിനൊക്കെ അത്യാവശ്യം വ്യൂസ് കിട്ടാറുണ്ട്. എന്നാലും എല്ലാവരും ചോദിക്കുന്ന പോലെ പൈസ കിട്ടാൻ തുടങ്ങിയോ, പൈസ കിട്ടുക, അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. കാരണം മോണിറ്റൈസ് ആയി എന്നല്ലാതെ ഈ 1 വർഷം കൊണ്ട് എനിക്ക് ഇന്ന് വരെ പൈസ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, കിട്ടാനുള്ളതായിട്ടില്ല. കാരണം എല്ലാവർക്കും തന്നെ അറിയാം, $100 ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് പൈസ കിട്ടുള്ളൂ. അതുവരെ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടിലായിരിക്കും പൈസ കിടക്കാം. അപ്പോൾ അതുപോലെ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടിൽ എനിക്ക് കുറച്ച് പൈസയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും $100 7 അയലൊക്കത്ത് എത്തിയിട്ടില്ല. കാരണം നമുക്ക് ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടിയാൽ മാത്രമേ എത്രയും പെട്ടെന്ന് $100 എന്നുള്ളത് തികയുള്ളൂ. അല്ലെങ്കിൽ ഷോർട്സിന് അത്ര മില്യൺ കണക്കിന് വ്യൂസൊക്കെ വേണം. എനിക്ക് അതിനുള്ളതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ പോവാം. പയ്യെ തിന്നാ പനയും തിന്നാ എന്നുള്ള രീതി പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല നമ്മളിപ്പം ആർത്തി പിടിച്ചിട്ട് എന്തെങ്കിലും അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതിന് എനിക്ക് അത്രയും സന്തോഷമുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം ചാനൽ ഇനിയിപ്പം വലിയ റീച്ചില്ലെങ്കിലും അങ്ങനത്തെ ഒന്നും എനിക്ക് പ്രശ്നമില്ല. എന്തായാലും ചാനൽ ഈ ഒരു ലെവലിൽ തന്നെ പോട്ടെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാം. എന്തൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കുള്ളതൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കാം. എനിക്ക് ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ കൂടുതലും ട്രിപ്പ് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇടാൻ ഇഷ്ടം. പക്ഷെ നമുക്ക് എപ്പോഴും ട്രിപ്പ് പോകണമെങ്കിൽ അതിനുള്ളൊരു ഇത് വേണം. അല്ലെങ്കിൽ മോനൊന്നും ഇല്ലാതെ ഇപ്പം നമ്മൾ മാത്രമാണെങ്കിൽ ഒന്നും ചിന്തിക്കാതെ ഒറ്റ പോക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. ഇപ്പം മോനും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ എടുത്ത് ചാടി ഒന്നിലേക്ക് ഞാൻ പോവാത്തതാണ് കേട്ടോ. പിന്നെ ഒരു ഫോൺ പോലും ഞാൻ വാങ്ങാത്തതിന് കാരണം കുറച്ചൊന്ന് എന്തെങ്കിലും ആവട്ടെ. അല്ലാതെ പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ കിട്ടിയെന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ബുദ്ധിമുട്ടാവില്ല, എന്നാലും നമ്മളത് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഈ ഫോണിന് ഉള്ള ക്ലാരിറ്റിയിൽ നമുക്കിപ്പോൾ വീഡിയോ ചെയ്യാം.
അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ക്ലിയർ ഉള്ള ഫോണിലൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടുമായിരിക്കാം. പക്ഷെ അല്ലാതെയും ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് ചേച്ചി ഐഫോണിലെടുത്ത ഇത് കിട്ടും, അല്ലെങ്കിൽ നല്ല ക്ലിയർ ഉള്ള ഫോൺ. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ എത്രയോ വീഡിയോസ് ഞാൻ കണ്ടിട്ട് തീരെ ക്ലിയർ ഇല്ലാത്ത വീഡിയോസൊക്കെ അത്രയും റീച്ച് കിട്ടി പോകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും യൂട്യൂബിൻ്റെ ടീം നമുക്ക് തരുന്നത് നല്ല ക്ലിയർ ഉള്ള വീഡിയോ ഒക്കെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊക്കെ എടുക്കാനുള്ള ഒരു അവസരം വരും. അല്ലാതെ ഞാനിപ്പോൾ ഒന്നും ചിന്തിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കൊരു 1000 സബ് ആവണം, ചാനൽ മോണിറ്റൈസ് ആവണം. ഒരു കൊല്ലം കൊണ്ട് ഞാനത് എങ്ങനെയെങ്കിലും ആക്കുന്ന എനിക്ക് അത്രയ്ക്കും ഞാൻ എൻ്റെ കെട്ടിയോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും ആക്കും കാണാം, 1 വർഷം കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ആക്കുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ജീവിതത്തിൽ പറഞ്ഞെങ്കിലും എനിക്കറിയില്ലായിരുന്നു അതെങ്ങനെ ചെയ്യും. കാരണം ഷോർട്സിന് എന്തായാലും എനിക്ക് 10 മില്യൺ വ്യൂസ് ഒന്നും ഒരിക്കലും ഇപ്പോൾ കിട്ടാനേ പോകുന്നില്ല. ഇത്രയും കാലമായിട്ട് ചിലപ്പോൾ എനിക്കൊരു 4-5 മില്യൺ എല്ലാ വീഡിയോസും കൂടെ നോക്കിയാൽ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ എനിക്ക് വഴിയേ ഇല്ല. 10 മില്യൺ വ്യൂസ് ഒന്നും ഒരു 3 മാസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല ഞാൻ നോക്കിയാൽ. അതുകൊണ്ട് തന്നെ ഞാനത് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ലോങ് വീഡിയോ കൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചെങ്കിലും വ്യൂസ് കിട്ടി അതൊരു വർഷം കൊണ്ടാണല്ലോ 4000 വാച്ച് അവർ എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്രയൊന്നും വേണ്ടി വന്നില്ല. വെറും ഒരു 5 മാസം കൊണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത്. പക്ഷേ 5 മാസം കൊണ്ട് മോണിറ്റൈസ് ആയിട്ട് ഇതുവരെയുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് ആഡ്സെൻസിൽ ക്യാഷ് കയറുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്ന പോലെ കയ്യിൽ കിട്ടിയോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്തൊന്നും കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല. ഈ ഒരു വർഷമായിട്ട് പോലും എനിക്ക് $100 7 അയലൊക്കെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആലോചിക്കാം. ഇനി ഒരു വർഷം കൂടി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് $100 കിട്ടുമായിരിക്കും. അതിന് മുന്നേ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി പോയാൽ കിട്ടും, അല്ലാതെ കിട്ടാനൊരു വഴിയില്ല. പക്ഷെ എനിക്ക് പൈസ കിട്ടിയാൽ ഞാനത് എന്തായാലും നിങ്ങളെയും കൂടി അറിയിക്കും. ഞാൻ മാത്രം ഇത് തുടങ്ങിയതുകൊണ്ട് ഞാൻ എൻ്റെ ഇതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഷോർട്സിനൊക്കെ പറയാതിരിക്കാൻ വയ്യ. എപ്പോഴും കമൻ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവരൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അവരെൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് കമൻ്റ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അവരൊക്കെ ആരാന്ന് പോലും അവരൊന്നും മുഖം പോലും ഞാൻ കാണുന്നില്ല. പക്ഷെ എനിക്ക് അവരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്ന ഒരു വിബി എന്നൊക്കെ പറഞ്ഞ ചാനൽ, പിന്നെ ഒരു പട്ടാളക്കാരനാണോ, അങ്ങനെ കണ്ണൂർ എവിടെ ഉള്ളതാന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ചേച്ചിമാർ, അങ്ങനെ കമൻ്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് അതുകൊണ്ട് വിബി ഞാൻ എടുത്തു പറയാൻ കാരണം എല്ലാ വീഡിയോയ്ക്കും വന്ന് അവനാണോ ചേട്ടനാണോ ആരാന്നറിയില്ല, എന്തായാലും വന്ന് കമൻ്റ് ഇടാറുണ്ട്. ഞാൻ ഇതുവരെ ഒരു ഫേസ് പോലും കണ്ടിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബിൻ്റെ ലോഗോയിലെങ്കിലും ഒരു ഫേസ് കൊണ്ട് വെക്കാം. അപ്പോൾ എനിക്കറിയാലോ ഇവരാണ് എന്നറിയാം. അപ്പം എന്തായാലും എന്തൊക്കെ ആയാലും ആരും എൻ്റെ കുറേ കമൻ്റ് ഇടുന്നവരുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ കമൻറ്റ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. കമൻറ്റ് എന്നല്ല, അതിന് സപ്പോർട്ടാണ്, എനിക്കൊരു സപ്പോർട്ടാണ്. കാരണം നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുന്ന സമയത്ത് എനിക്കത് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. പിന്നത്തെ കാര്യം, കുറച്ച് പേര് പറഞ്ഞ എൻ്റെ അടുത്ത് കമൻറ്റ് ഡിലീറ്റ് ആക്കി. ഞാൻ കമൻറ്റ് ഡിലീറ്റ് ആക്കാറേ ഇല്ല. കാരണം എനിക്ക് ആ കമൻറ്റ് അവിടെ കിടക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ കമൻറ്റ് എന്തുകൊണ്ടോ ഡിലീറ്റ് ആയി പോകുന്നുണ്ട്, എനിക്ക് അറിയുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനും ഒരു പ്രാവശ്യം കണ്ട 1 ടൈമേ എനിക്ക് കാണുന്നുള്ളൂ. ഒരു പ്രാവശ്യം കണ്ട് ഞാനതിന് ലൈക്കോ അല്ലെങ്കിൽ കമൻറ്റിന് റിപ്ലൈ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കമൻറ്റ് ഞാൻ നോക്കിയാൽ കാണൂല. അതെന്താണെന്ന് എനിക്കറിയാം. സെറ്റിങ്സൊക്കെ പോയി നോക്കിയിട്ട് പിന്നെ അതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ അറിയുന്നില്ല. അതുകൊണ്ടാണ് ആരൊരാൾ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് കാര്യം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. ഇനി ഒരുപാട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ഇട്ടാൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് പറഞ്ഞിട്ടാൽ നമുക്ക് ചിലപ്പോൾ സ്പാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചൊക്കെ കമൻറ്റ് ഇടുക. ഒന്നില്ലെങ്കിൽ ഡണ്ണോ അല്ലെങ്കിൽ ന്യൂയോ അങ്ങനെയൊക്കെ ഇട്ടാൽ മതി കേട്ടോ. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പാം കിട്ടാൻ വഴിയുണ്ട്. ആർക്കെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും വന്ന് കമൻറ്റ് ഇട്ടു, ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം എനിക്കറിയാം ഇവിടെ ഇത്രയെങ്കിലും, ഞാൻ ഇവിടെ വരെ എന്നൊന്നും പറയുന്നില്ല, ഇത്രയെങ്കിലും എത്തണമെങ്കിൽ എത്ര എഫേർട്ട് ഇടണമെന്ന് എനിക്കറിയാം. കുറേ പേര് പറയുമായിരിക്കും വേറെ പണിയൊന്നും ഇല്ലെന്ന്. പണിയില്ലാത്തതുകൊണ്ടല്ല, ഇതിനാണ് ഇരട്ടിപ്പണി. വേറെ വല്ല കടയിലോ എന്തെങ്കിലും നമ്മൾ പഠിച്ച പണിക്കോ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, കട്ട് ചെയ്യണം, സൗണ്ട് കൊടുക്കണം, അതാക്കണം, ഇതാണ് കുറേ കാര്യങ്ങളുണ്ട്. അത് എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ അത് അയ്യോ കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്തയും. അപ്പോൾ എന്തായാലും എന്നെ പോലെ ആർക്കെങ്കിലും ഒക്കെ ചെറിയ ചാനലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ, ഞാൻ ചെയ്തോളാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ചേട്ടാ ബൈ, സീ യു.